ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 14 മേടരവി സംക്രമമാണ്. അതായത് സൂര്യൻ മേടം രാശിയിലേക്ക്, സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത്, എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. 2026 ഏപ്രിൽ 14 സൂര്യൻ മേടം രാശിയിലേക്ക്, അല്ലെങ്കിൽ മേട രവി സംക്രമം മേടം രാശിയിലേക്ക് സൂര്യൻ രാശി മാറുന്നത്. മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ സൂര്യൻ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ പൊതുവെ മേടം രാശി എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ രാശിയാണ്, സൂര്യൻ്റെ മിത്രരാശിയാണ്. ഇപ്പോൾ ചൊവ്വയുടെ രാശി എന്ന് പറയുമ്പോൾ പൊതുവെ ചൊവ്വ എന്ന് പറയുന്നത് പോർക്കളത്തിലെ ഒരു സേനാനായകൻ്റെ അവസ്ഥയാണ്. യോദ്ധാവായിട്ട് നമുക്ക് ചൊവ്വയെ കാണാം. ആ മേടം രാശിയിലേക്ക് ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ ആ മേടം രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പടക്കളത്തിലേക്ക് രാജാവ് എഴുന്നള്ളുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അപ്പോൾ രാജാവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താൻ കഴിയുകയും അനുഗ്രഹം കിട്ടാത്തവർക്ക് അതിന് വിപരീതമായിട്ടുള്ളൊരവസ്ഥ സംജാതമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ പൊതുവേ രാജാവിൻ്റെയൊക്കെ സൂര്യൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ഒക്കെ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും, ആത്മവിശ്വാസം കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിടത്തൊക്കെ ഉന്നത പദവികളിലൊക്കെ എത്തുന്നതിനും ഉയർന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പൊതുവേ തൊഴിലിടത്ത് റെപ്യൂട്ടേഷൻ, റെക്കഗ്നീഷനൊക്കെ ഉണ്ടാകും. ലീഡർഷിപ്പ് തലത്തിലൊക്കെ ഉയരുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇതൊക്കെ നമുക്ക് സൂര്യൻ്റെ ഈ മേടം രാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ട് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം സൂര്യൻ്റെ കടാക്ഷം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിലിടത്ത് നമ്മൾ തരം താഴ്ത്തലുകൾ, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച അവിടെ സംജാതമാകില്ല. എന്തെങ്കിലും അപവാദങ്ങൾ ഒക്കെ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ സൂര്യൻ്റെ ഈ മേടൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുമ്പോൾ പൊതുവെ സൂര്യൻ ഒരു മേടൻ രാശിയിൽ ഉച്ചസ്ഥിതനാകുമ്പോൾ ഒരു നെഗറ്റീവ് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള എനർജി പൊതുവെ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അടക്കി വാഴുക, അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം, ഒരു കാര്യത്തിൽ ഒരു ക്ഷമയില്ലായ്മ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ, അതായത് ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ, അതുപോലെ ക്ഷമയില്ലായ്മ, അതുപോലെ ഡോമിനൻസ്, ഇത്തരത്തിലുള്ള ചില നെഗറ്റീവ് സ്വഭാവങ്ങൾ ചിലപ്പോൾ സൂര്യൻ്റെ ഉച്ചരാശി സ്ഥിതി കൊണ്ടുണ്ടാകാം. അതേസമയം മറ്റ് ചില പോസിറ്റീവ് ആസ്പെക്റ്റുകൾ ഈ സൂര്യൻ്റെ ഉച്ചരാശിയിലെ സ്ഥിതി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതനാകുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും. ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ജന്മ ലഗ്ന രാശ്യാധിപനാണ് സൂര്യൻ. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ അവരുടെ ഭാഗ്യസ്ഥാനത്താണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ ഏപ്രിൽ 14 ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. മെയ് 14 വരെ ആ ഭാഗ്യസ്ഥാനത്ത് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഉണ്ടാകും. അപ്പോൾ പൊതുവെ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 9ാം ഭാവസ്ഥാനം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്, പിതൃസ്ഥാനമാണ്, ഉന്നത പഠനത്തിൻ്റെ സ്ഥാനമാണ്, ഗുരുത്വത്തിൻ്റെ സ്ഥാനമാണ്, മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രയുടെയൊക്കെ സ്ഥാനമാണ്. അപ്പോൾ ആ സ്ഥാനത്ത് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യനേട്ടങ്ങൾ ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ നമ്മുടെ വ്യക്തിത്വത്തിൽ, കാരണം ജന്മലഗ്ന രാശാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി തലത്തിൽ, അവരുടെ വ്യക്തിത്വത്തിലൊക്കെ ഒരു ഉയർച്ച,
വ്യക്തിപ്രഭാവം ഉയരുന്ന സമയം എന്ന് പറയാം. കൂടുതൽ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഈ സമയത്ത് അവർക്ക് വരും. പ്രത്യേകിച്ച് സമൂഹത്തിലൊക്കെ മാന്യത കൂടുന്ന സമയം എന്ന് പറയാം. അങ്ങനെ സമൂഹത്തിൽ കൂടുതൽ മാന്യത ഉണ്ടാകുന്ന സംഭവവാസങ്ങളൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ജന്മരാശ്യാധിപൻ 9 ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഒരു രാജയോഗ അവസ്ഥയാണ്. അത് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാക്കും. ധർമ്മചിന്തയുടെ സ്ഥാനമാണ്. അപ്പോൾ ഈ പൊതുവെ നമുക്ക് ഈ കൂടുതൽ ധാർമ്മിക ബോധമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് സ്പിരിച്വൽ തലത്തിലൊക്കെ വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സ്പിരിച്വൽ തലത്തിലൊക്കെ ഫോക്കസ് കൂടാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരയാത്രകൾ, വിദേശ യാത്രകളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇത് അനുകൂല സമയം എന്ന് പറയാം. പ്രത്യേകിച്ച് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. പിതാവിൻ്റെയോ ഗുരുക്കന്മാരുടെയൊക്കെ കടാക്ഷം, ആനുകൂല്യമൊക്കെ കിട്ടാവുന്ന സമയം എന്ന് പറയാം. ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ആ സൂര്യൻ്റെ 9ലെ സ്ഥിതി എന്ന് പറയുന്നത് പഠനത്തിൽ വലിയ ഭാഗ്യാനുഭവം അവർക്കുണ്ടാകും എന്ന് പറയാം. വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള സൂര്യൻ 9ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് തൊഴിലിൽ, പഠനത്തിലൊക്കെ, തൊഴിൽപരമായിട്ടോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടിവരും. അപ്പം പ്രത്യേകിച്ച് അല്പം താത്വികമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയമായിരുന്നു. പ്രത്യേകിച്ച് ഫിലോസഫി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ തിയോളജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ഗുരുക്കന്മാർ, അതുപോലെ തന്നെ ഈ നമ്മളെ ടീച്ചേഴ്സ്, അതുപോലെ മെൻറ്റേഴ്സ്, അതുപോലെ സ്പിരിച്വൽ തലവന്മാർ, അവർക്ക് അതുപോലെ സൈക്കോളജി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ, എഴുത്തുകാർ, പബ്ലിഷേഴ്സ്, ഇവർക്കൊക്കെ തന്നെ ഈ സൂര്യൻ 9ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവർക്ക് ആ മേഖലയിൽ ഉണ്ടാകും എന്ന് പറയാം. താൽക്കാലികമായിട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ തൊഴിലൊക്കെ സ്ഥിരമാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ തലത്തിലും ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സൂര്യൻ 3ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3ാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നീച രാശിയാണ്. അപ്പോൾ ഈ 3ാം ഭാവരാശിയിൽ സൂര്യൻ്റെ നീചദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ എഫർട്ടിൽ, നമ്മുടെ ഈ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിന് ഒരു ചെറിയ മടി ചിലപ്പോൾ ഈ സമയത്ത് വരാം. കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ഈ മോട്ടിവേഷൻ, പൊതുവെ ഒരു മോട്ടിവേഷനൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 3ാം ഭാവരാശിയിൽ ആ സൂര്യൻ്റെ ദൃഷ്ടി നീചദൃഷ്ടി ആയതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ, ഇപ്പോൾ 3ാം ഭാവരാശി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എഴുത്തുകൾ, മെസ്സേജ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ അല്ലെങ്കിൽ ഫയലിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറിപ്പുകൾ, നമ്മൾ റിമാർക്സ് ഒക്കെ എഴുതുമ്പോൾ അതിലൊക്കെ ഒരു എറർ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ തയ്യാറാക്കുന്നവർ, രേഖകൾ, പ്രമാണങ്ങൾ ഇവയൊക്കെ ചമയ്ക്കുന്നവർ പ്രത്യേകിച്ച് അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 3ൽ ആ സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നീചദൃഷ്ടിയാണ്. അതുപോലെ പുതിയ കരാറുകളിലൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുമ്പോൾ പൊതുവേ നമുക്ക് ആ കരാറിൻ്റെ കണ്ടീഷൻസൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം, അതിൽ വിശദമായിട്ട് അവലോകനം ചെയ്തതിന് ശേഷം വേണം അത്തരത്തിലുള്ള രേഖകളിലൊക്കെ അവർ ഒപ്പിടേണ്ടത്. അപ്പോൾ തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ഒരു ഉന്മേഷക്കുറവ് ചിലപ്പോൾ സഡനായിട്ട് ഉണ്ടായെന്ന് വരാം, ഒരു ഊർജ്ജസ്വലത കുറവ് ഉണ്ടാകാം. അതുപോലെ ഈ ടോപ്പ് മാനേജ്മെൻറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒക്കെ ചില ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അതേസമയം ഒരു മോട്ടിവേഷൻ കുറവ് അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട്. 3ൽ ആ സൂര്യൻ്റെ ദൃഷ്ടി നീചദൃഷ്ടിയായിട്ട് വരുന്നതുകൊണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ നൈബേഴ്സ്, ഇവരുമായിട്ടുള്ള
കമ്മ്യൂണിക്കേഷനിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതുവഴി അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എങ്കിലും 3-ലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സൂര്യൻ 3-ൽ നീചദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകാവുന്ന ദോഷങ്ങൾ, അതായത് നമുക്കൊരു ഉന്മേഷക്കുറവ്, ഊർജ്ജസ്വലതയില്ലായ്മ, കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോബ്ലങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ആ 3-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആ സൂര്യൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന് ആ ഗുരുവിൻ്റെ 3-ാം ഭാവരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഈ കുറുവാർ അവർ ഒരു ആകർഷണ കേന്ദ്രം എന്ന് തന്നെ പറയാം. ഒരു നല്ല വ്യക്തിത്വത്തിലേക്കൊക്കെ അവർ ഉയരാൻ സാധ്യതയുള്ള സമയവുമാണ്. ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചസ്ഥിതിയിലാകുന്നത് ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നു നോക്കാം. കന്നിക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും സൂര്യൻ 12-ാം ഭാവാധിപനാണ്. ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമ ഭാവരാശിയിലേക്കാണ് ഏപ്രിൽ 14-ന് രാശി മാറുന്നത്. ഈ അഷ്ടമ ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ ഉച്ചരാശിയാണ്. മെയ് 14 വരെ സൂര്യൻ അഷ്ടമ ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലൊക്കെ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ സമയം എന്ന് പറയാം. അതുപോലെ തന്നെ നിലവിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 12-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അത് ചില ഗുണാനുഭവങ്ങൾക്കുണ്ടാകും. അപ്പം നമ്മുടെ നെഗറ്റീവ് സൈഡുകളിലൊക്കെ ഉണ്ടാകുന്ന ആ നെഗറ്റിവിറ്റിയൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ജോയിൻ്റ് പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ ഇൻഹെറിറ്റൻസ് വഴി നമുക്കെന്തെങ്കിലും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ കേസുകളുള്ളവർക്ക് ആ കേസുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ അതിജീവിക്കുന്നതിനും ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഈ 12-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് സ്പൗസിൻ്റെ പേരൻസ് വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ ടാക്സ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം, അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ നിഗൂഢ വിഷയങ്ങൾ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലും അവർക്ക് വലിയ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അന്വേഷണം, റിസർച്ച് തലത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ അവരുടെ മേഖലകളിൽ വന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഒക്കെ മാറി അവർക്ക് ആ മേഖലയിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ഒരു ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ അതൊക്കെ നമ്മൾ അലട്ടിയിട്ടുണ്ടായിട്ട് ആ ഭയവും ഉത്കണ്ഠയൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്ന സമയമാണ് ഈ 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ അതൊരു വിപരീത രാജയോഗമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ടെൻഷനിൽ നിന്ന് നമുക്ക് ഒരു റിലീഫ് ഈ സമയത്ത് ഉണ്ടാകും. വിസ സംബന്ധമായിട്ട് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ്. വിദേശകാര്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളും പരിഹരിക്കുന്ന സമയമാണ്. വിദേശ വ്യാപാരത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഗവേഷണത്തിലൊക്കെ നമുക്ക് തടസ്സങ്ങളൊക്കെ മാറി ഗവേഷണമൊക്കെ സ്മൂത്താകുന്നതിന് അനുകൂല സമയമാണ്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിലീഫ് ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം തൊഴിലിടത്തൊക്കെ ഒരു ടെൻഷന് സാധ്യതയുണ്ട് തുടക്കത്തിൽ. പക്ഷേ അത് നമുക്കതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ
പ്രത്യേകിച്ച് സർക്കാർ തലത്തിലൊക്കെ ഉള്ളവർ, പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായിട്ട് സൂര്യ 8ലേക്ക് വരിക എന്ന് പറയുമ്പോൾ സർക്കാർ തലത്തിലൊക്കെ ഉയർന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അവർക്ക് ചിലപ്പോൾ തൊഴിലൊരു മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. ഡൊമസ്റ്റിക് ബിസിനസ് നടത്തുന്നവർ ഒക്കെ തന്നെ ഈ അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ അവർക്ക് ചില അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ചിലപ്പോൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുപോലെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് നിലവിലുള്ള തർക്കങ്ങളൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട്. അതുവഴി അവർക്ക് ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. ഈ ശത്രുത ഒക്കെ കുറയുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം നമ്മൾ ഈ പണപരമായിട്ടുള്ള ഡീലിങ്ങിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ദൂരയാത്രകളിലൊക്കെ പ്ലാൻ ചെയ്യുന്നവരും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അവയിലൊക്കെ അവർക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് റിക്കവറി സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് ഇൻഹെറിറ്റൻസ് വഴി എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ സൂര്യൻ പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 2ൽ സൂര്യനെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവം സൂര്യൻ്റെ നീചരാശിയാണ്. അപ്പോൾ 2ൽ സൂര്യൻ്റെ നീചദൃഷ്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾക്കിടയിൽ അല്പം ഐക്യക്കുറവിനോ അല്ലെങ്കിൽ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിൽ അല്പം ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ബിഹേവിയറൊക്കെ ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കഴിവതും റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങൾ ഈ സമയത്ത് അതിലേക്ക് കാശ് മുടക്കുന്നതൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം. അപ്പോൾ എങ്കിലും 2ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് എന്തെങ്കിലും സൂര്യൻ്റെ 2ാം ഭാവരാശിയിലെ നീചദൃഷ്ടി കൊണ്ട് ഉണ്ടാകാവുന്ന ചില പ്രയാസങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ആ ഗുരുവിൻ്റെ 2ലെ ദൃഷ്ടി കൊണ്ട് മാറാൻ കഴിയും. ഇപ്പോൾ ചിലർക്ക് ദന്തസംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് വരും. പക്ഷേ അതൊക്കെ തന്നെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമുക്കതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകും. അതുപോലെ നമ്മൾ ഒരു കാര്യവും രഹസ്യമായിട്ട് നമ്മൾ വയ്ക്കാതെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് പോകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. കഴിവതും ബാഡായിട്ടുള്ള കമ്പനിയിൽ പെടാതെ നോക്കണം. ആത്മീയ ചിന്ത കൂട്ടുന്നതും നല്ലതാണ്. അതുവഴിയൊക്കെ നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ അവർക്ക് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ സമയത്ത് കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, ധ്യാനം ശീലിക്കുക. അതുപോലെ തന്നെ മറ്റ് ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശമൊക്കെ സ്വീകരിച്ചു പോകുന്നത് നമുക്കെല്ലാ കാര്യത്തിലും ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചസ്ഥിതിയിലാകുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും സൂര്യൻ നേട്ടത്തിൻ്റെ ഗ്രഹമാണ്. 11ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് 7ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിലേക്ക് വരികയാണ്. മെയ് 14 വരെ സൂര്യൻ 7ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ആയിരിക്കും. പൊതുവെ ഈ പ്രത്യേകിച്ച് ജന്മലഗ്ന രാശി അധിപനായിട്ടുള്ള ശുക്രൻ ഇപ്പോൾ 7ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ സഡൻ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അവരുടെ സഹായമൊക്കെ ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും. അവരുടെ അഡ്വൈസൊക്കെ വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടു ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുത്തൻ ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അത് നിലവിലുള്ള ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സൂര്യൻ 7ലാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് ഈ 7ാം ഭാവം എന്ന് പറയുന്നത് 7ലേക്ക് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ അത് 11ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ജോയിൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ധനഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ചില വിദ്യാഭ്യാസം, കൃഷി, നിഗൂഢശാസ്ത്രങ്ങൾ, അതുപോലെ ഈ സോളർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, ഇതുവഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ 7ാം ഭാവം ഈ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലിൽ
നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും, തൊഴിലവസരങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും ഉയർച്ച സ്ഥാനമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. അതേസമയം നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ സൂര്യൻ ജന്മരാശിയിലേക്ക് നീചദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ആദ്യത്തെ അതായത് ഏപ്രിൽ 18 വരെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും. എങ്കിലും സൂര്യനും ശുക്രനുമായിട്ടുള്ള ഒരു ബന്ധം 7-ൽ വരിക എന്ന് പറയുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, അത് മുഖാന്തരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തിക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജന്മരാശിയിലൊക്കെ ആ സൂര്യൻ്റെ നീചദൃഷ്ടി ഒക്കെ വരിക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ 7-ലാണ് ആ സൂര്യൻ നിൽക്കുന്നത്, ഉച്ച രാശിയിലാണ്, 7-ാം ഭാവം ഉച്ചരാശിയാണ്. അപ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ള നമ്മുടെ സൗഹൃദങ്ങളിൽ ഇൻറ്റിമസിയിലൊക്കെ വളരെ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7-ൽ സൂര്യൻ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. രവി ശുക്രൻ ശത്രുഗ്രഹങ്ങളാണ്. അപ്പം എതിർലിംഗക്കാരുമായിട്ട് അവരുടെ ട്രാപ്പിലൊക്കെ പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. 11-ാം ഭാവാധിപൻ 7-ൽ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ചിലർക്ക് ധനികയും അതുപോലെ തന്നെ തൊഴിലും അതുപോലെ തന്നെ ബന്ധുബലമുള്ള ജീവിത പങ്കാളിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. പൊതുവെ ജീവിത പങ്കാളി വഴിയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ റിലേഷൻ, അതുപോലെ ഈ നമ്മുടെ പബ്ലിക് ഡീലിംഗ്, പബ്ലിക് കോണ്ടാക്റ്റ്, അതൊക്കെ നമുക്ക് പൊതുജനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രീതി കൂടാവുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാനമാനങ്ങൾ, നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, അതുവഴിയൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്കിടയിലൊക്കെ ഒരു ആദരവ്, അംഗീകാരമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശ യാത്രകൾ, വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, വിദേശ വ്യാപാരം നടത്തുന്നവർക്ക്, ഇവർക്കൊക്കെ തന്നെ ഗുണപരമായിട്ടുള്ളൊരു സാഹചര്യം 7-ലെ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ടുണ്ടാകും. അതുപോലെ നമുക്ക് വിദേശത്തു നിന്ന് ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ താല്പര്യം ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ഈ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് സൂര്യനും ശുക്രനുമാണ് ആ 7-ൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ട്രാപ്പിലൊക്കെ പെടാതിരിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ സമയത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ നമ്മൾ ജീവിത പങ്കാളിക്ക് തൊഴിലിനും അല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് ഏത് രീതിയിലായിരിക്കും അവർ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 10-ാം ഭാവാധിപനാണ്, കർമ്മഭാവാധിപനാണ്. അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് അവരുടെ 6-ാം ഭാവരാശിയായ മേടം രാശിയിലേക്ക് മാറുകയാണ്. 6-ാം ഭാവം സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ മെയ് 14 വരെ ആ സൂര്യൻ 6-ാം ഭാവരാശിയിൽ ഉച്ചരാശിയിൽ ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മഭാവാധിപൻ 6-ൽ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ നമ്മുടെ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സർക്കാർ തൊഴിലിന് കാത്തിരിക്കുന്നവർക്ക് ഈ 6-ലേക്കുള്ള സൂര്യൻ്റെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് സർക്കാർ സേവനത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയമാണ്. അതിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു മനോഭാവമൊക്കെ ഈ 6-ൽ സൂര്യൻ്റെ ഉച്ചസ്ഥിതി വരിക വഴി ഉണ്ടാകും. നമുക്ക് ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം കുറയാവുന്ന സമയമായിട്ട് കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം സബോർഡിനേറ്റ്സും മേലുദ്യോഗസ്ഥരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം. ചിലപ്പോൾ നമുക്ക് തൊഴിലിടത്തൊക്കെ ഒരു പവർ സ്ട്രഗിള്
ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ആ പവർ സ്ട്രഗിളിൽ നമുക്ക് ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങൾ ഇപ്പോൾ നിലവിലുള്ളവർക്ക് തീർച്ചയായിട്ടും ആ തൊഴിലിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ പെൻഡിങ് ജോലികൾ ചെയ്തു തീർക്കുന്നതിനുള്ള ഊർജ്ജസ്വലമായിട്ടുള്ളൊരു പ്രവർത്തനം ഈ സമയത്ത് അവർക്ക് ഉണ്ടാകും. ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. തൊഴിലിടത്ത് ഏത് വെല്ലുവിളികളും തരണം ചെയ്യുവാനുള്ള ഒരു കഴിവ് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഏപ്രിൽ 14, മെയ് 14 വരെയുള്ള സമയത്ത് ഈ വൃശ്ചികക്കൂറുകാർക്ക് അതിന് കഴിയും എന്ന് തന്നെ പറയാം. അതുപോലെ ശത്രുക്കളുടെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുത്താനുള്ള മറുതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കാനുള്ള ഒരു കഴിവ് ഈ 6-ലെ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് ഇവർക്കുണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ 6-ാം ഭാവം എന്ന് പറയുന്നത് ഈ കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗ്യാനുഭവം ആണ് വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്നവർ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ജയിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ മറ്റു സേവനാധിഷ്ഠിത മേഖലകളിൽ സേവനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ 6-ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി അവർക്ക് ആ മേഖലകളിലൊക്കെ സഡനായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. സൂര്യൻ 12-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12-ാം ഭാവരാശി സൂര്യൻ്റെ നീചരാശിയാണ്. അവിടത്തേക്ക് സൂര്യൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഈ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് വിദേശത്ത് അല്പ ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് എന്നുകൂടെ മനസ്സിലാക്കുക. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ചിലപ്പോൾ ചതി വഞ്ചനയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോകാൻ ഏതെങ്കിലും ഏജൻസി വഴിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ വിദേശ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളിൽ നമ്മൾ രേഖകളെല്ലാം പൂർണ്ണമായിട്ട് വായിച്ച് അതിലെന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വാങ്ങേണ്ടുന്ന സമയം കൂടെയാണ്. ഇപ്പോൾ കഴിവതും നമ്മൾ ഈ ഡോക്യുമെൻ്റൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണോ, അത് നല്ല ജെന്യുവിനായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടുന്ന സമയമാണ്. ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്, പ്രത്യേകിച്ച് ഡോക്യുമെൻ്റ് തലത്തിൽ. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പണം കടം എടുക്കുന്നവരും മറ്റുള്ളവർക്ക് ഈ വായ്പയ്ക്കായിട്ടൊക്കെ ജാമ്യം നിൽക്കുന്നവരും ഒക്കെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അനാവശ്യ ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ധനവ്യയത്തിൽ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ ആർക്കും ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ജാമ്യം നിൽക്കാനൊക്കെ ഈ സമയത്ത് പോകുന്നത് അത്ര ഗുണം ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ക്രമേണ അത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ അവർ സമയത്തിനൊക്കെ പണം തിരിച്ചടയ്ക്കണമെന്നില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിബന്ധങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.